ഹായ് എവ്രി വൺ, എൻ്റെ പേര് വാണി. നമ്മളിന്ന് എൻ്റെ ജീവിതത്തിലെ ആദ്യ വ്ളോഗ് എടുക്കുകയാണ്. നമ്മളിന്ന് കാറിൽ നമ്മുടെ അടുത്തുള്ള ലുലു മോളിൽ പോകുന്നു. സോ കം വിത്ത് മീ. പോകുന്ന വഴി നമുക്ക് കുറച്ച് സംസാരിച്ചാലോ? നമുക്ക് നമ്മളെ പരിചയപ്പെടാം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പേര് വാണി എന്നാണ്. ഞാനൊരു ഡെൻറ്റൽ സർജനാണ് പ്രൊഫഷണലി. പക്ഷേ ഞാനൊരു ഡെൻറ്റിസ്റ്റായിട്ടല്ല ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഞാനൊരു ഫാർമ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, അവരുടെ മെഡിക്കൽ അഡ്വൈസറായിട്ട്. സോ ഞാനൊരു നോൺ ക്ലിനിക്കൽ ജോബാണ് ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുണ്ട്, എൻ്റെ അച്ഛനുണ്ട്. നമ്മൾ 3 പേരടങ്ങിയൊരു കുടുംബമാണ്. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഡൽഹിയിലാണ്. അപ്പോൾ നമുക്ക് ഈ യാത്രയിൽ ഇനിയും പരിചയപ്പെടാം. ഞങ്ങൾ താമസിക്കുന്നത് പാലക്കാട് കണ്ണാടി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. സോ ഇപ്പം കേരളം മുഴുവൻ ഒരുപാട് ലുലു മോൾസ് വരുന്നുണ്ട്. സോ വി വർ ഫോർച്യുനേറ്റ്, നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊരു ലുലു മോൾ ആദ്യമായിട്ട് വന്നത്. സോ ഞങ്ങൾ ജനറലി ഷോപ്പിംഗ് ചെയ്യാനും വീട്ടിൽ സാധനങ്ങൾ വാങ്ങാനൊക്കെ ലുലു മോളിലാണ് ഇപ്പോൾ പോകാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൻ്റെ അടുത്തുള്ള കടയിൽ നിന്നോ അല്ലെങ്കിൽ പിന്നെ ടൗണിലുള്ള കടയിൽ നിന്നോ അങ്ങനെയാണ് ഞങ്ങൾ വാങ്ങാറ്. സോ എൻ്റെ അമ്മ ബേസിക്കലി ഫ്രം കണ്ണൂരാണ്, എൻ്റെ പപ്പയാണ് ബേസിക്കലി ഫ്രം പാലക്കാട്. ഞാൻ ജനിച്ചു വളർന്നതും എല്ലാം ഡൽഹിയാണ്. പഠിച്ചതും കോളേജും ജോബും 2018 വരെ ഞാൻ ഡൽഹിയിലായിരുന്നു താമസിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ഒരു വലിയ ട്രാൻസിഷനായിരുന്നു കേരളത്തിലോട്ട് വരുന്നത്. പക്ഷേ ഇതൊക്കെ തുടങ്ങുന്നതിന് മുന്നിൽ ഞാൻ എന്താണ് ഇത്രയും വർഷം വ്ളോഗ് ചെയ്യാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും ഡിലേ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു? സോ ഒരു ഇംഗ്ലീഷിൽ ചൊല്ലുണ്ടല്ലോ, ബെറ്റർ ലേറ്റ് ദൻ നെവർ. സോ എന്നെ മോട്ടിവേറ്റ് ചെയ്ത ഒരാൾ ഇതിൽ ഞാൻ മെൻഷൻ ചെയ്യാതെ പറ്റില്ല. തനി മലയാളിയാണ്. ഐഷുവിൻ്റെ വ്ളോഗ്സ് കണ്ട് എനിക്ക് അത്രയും മോട്ടിവേഷനും അത്ര ഇൻട്രസ്റ്റും വന്നു. ഞാനൊരു ക്യാമറ ഷൈ ആയ പേഴ്സണാണ്. അതുകൊണ്ട് ഞാൻ ഉടനെ ഒന്നും ക്യാമറയുടെ മുന്നിൽ വരില്ല. ക്യാമറയുടെ പിന്നിലിരുന്ന് ഞാൻ ഒരുപാട് നല്ല എൻ്റെ ജീവിതത്തിലെ കുറേ മെമ്മറീസ് ഇതിൽ ക്യാപ്ചർ ചെയ്യും. അതിൻ്റെ കൂടെ ഈ ജേണിയിൽ നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ. സോ എനിക്ക് സത്യത്തിൽ അറിയില്ല അതെങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ നിറ്റി ഗ്രിറ്റീസ് ഒന്നും എനിക്ക് അറിയില്ല. ഐ എം ജസ്റ്റ് എക്സ്പ്ലോറിങ് ഓൺ ദ വേ. എനിക്കറിയാം ഒരുപാട് തെറ്റുകൾ നിങ്ങൾ പറയും. ഫസ്റ്റ് തെറ്റ് എനിക്ക് മനസ്സിലായത്, ഞാൻ ക്യാമറ എടുത്ത് പിടിച്ചത് ഫസ്റ്റ് പോർട്രേറ്റ് മോഡിലാണ്. ഞാൻ ലുലു മോളിൻ്റെ അകത്ത് എത്തിയതിന് ശേഷമാണ്, ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ലാൻഡ്സ്കേപ്പിലാണല്ലോ എടുക്കേണ്ടതെന്ന്. അപ്പം അങ്ങനെ ചെറിയ ചെറിയ തെറ്റുകൾ, ഐ തിങ്ക് മോർ ദൻ തെറ്റ്, ഐ വുഡ് കോൾ ഇറ്റ് എ ലേണിംഗ് കർവ്. സോ ഇതാണ്. ഞാൻ അത്യാവശ്യം തെറ്റില്ലാതെ മലയാളം സംസാരിക്കും, ഹിന്ദി സംസാരിക്കും, ഒരുപാട് ലാംഗ്വേജുകൾ എനിക്ക് നോർത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് ഒരുപാട് മനസ്സിലാവുകയും പറയുകയും ചെയ്യും. അപ്പോൾ ഇപ്പം ഞാനൊരു ചെറിയ സബാറ്റിക്കൽ എടുത്ത് എൻ്റെ വീട്ടിലാണ് ഉള്ളത്, പാലക്കാട്. ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, ഞാൻ പാലക്കാട് അധികം താമസിച്ചിട്ടില്ല. ഈ ഒരു കുറച്ച് മാസങ്ങളായിട്ടാണ് ഞാൻ പാലക്കാട് വന്ന് താമസിച്ചിരിക്കുന്നത്. സോ ഇതെൻ്റെ ഒരു സോർട്ട് ഓഫ് വ്ളോഗോ അല്ലെങ്കിൽ ഒരു മെമ്മറി ക്രിയേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഐ വോണ്ട് ടു ക്രിയേറ്റ് ആൻഡ് ക്യാപ്ചർ, എല്ലാവരും പറയുന്ന പോലെ ഐ വോണ്ട് ടു ക്രിയേറ്റ് ആൻഡ് ക്യാപ്ചർ എൻ്റെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെമ്മറീസൊക്കെ, എൻ്റെയും എൻ്റെ അമ്മയുടെയും എൻ്റെ അച്ഛൻ്റെയും കൂടെയുള്ള മെമ്മറീസൊക്കെ എനിക്ക് ഇതിൽ ക്യാപ്ചർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. സോ അങ്ങനെയാണ് ഞാൻ ഇന്ന് പെട്ടെന്നൊരു സ്പാർക്കിൽ തുടങ്ങിയത്, അതായത് വ്ളോഗിങ് ചെയ്താലോ എന്ന്. സോ വാട്ട് ബെസ്റ്റ്, അധികം ആരും കാണാത്തൊരു സംഭവമാണ് ലുലു മോൾ. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള പാലന ഹോസ്പിറ്റലാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇപ്പോൾ കാണുന്നത് ഒരു പുതിയൊരു ഹോട്ടലാണ്. ഈ ഹോട്ടലിൻ്റെ പേര് ATS ഗേറ്റ് വേ എന്നാണ്. അങ്ങനെ ഞങ്ങൾ നീണ്ടൊരു യാത്രയ്ക്ക് ശേഷം, ഏകദേശം ഒരു 8 മിനിറ്റിൻ്റെ യാത്രയാണ് ഈ നീണ്ട യാത്ര എന്ന് ഉദ്ദേശിച്ചത്. ഈ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ലുലു മോളിൻ്റെ എൻട്രൻസിലെത്തി. ഇപ്പോൾ പാലക്കാടുകാർക്കുള്ളൊരു അഭിമാനമാണ് ഇപ്പോൾ ലുലു മോൾ എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഒന്ന് വെൻറ്റ് ഔട്ട് ചെയ്യണമെങ്കിലോ ഒന്ന് റിലാക്സ് ചെയ്യണമെങ്കിലോ ഞങ്ങൾ ഓടിയെത്തുന്നത് ലുലു മോളിലാണ്. സ്പെഷ്യൽ താങ്ക്സ് ടു ദ ഓണേഴ്സ് ഓഫ് ലുലു മോൾ ഫോർ തിങ്കിങ് അബൌട്ട് പാലക്കാട്. യൂഷ്വലി പാലക്കാട് അങ്ങനെ ആരും ചിന്തിക്കാത്ത ഒരു ഡള്ളല്ല, പാലക്കാട് അടിപൊളിയാണ്. പക്ഷേ ഒരു സോഫ്റ്റ് ആൻഡ് കാമിങ് എഫക്റ്റ് ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ ലുലു മോളും കൂടി വന്നപ്പോൾ അവിടെ ഒരു സ്പെഷ്യൽ എനർജിയും വൈബും വന്നു. ഞങ്ങൾ പാലക്കാടുകാർ ഒന്നും കൂടി എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ കുറച്ചും കൂടി തുടങ്ങി. അങ്ങനെ ഞാനും അമ്മയും കൂടി വണ്ടി പാർക്ക് ചെയ്തു. എനിക്ക് വണ്ടി ഓടിക്കാൻ ഒരുപാട് വർഷമായിട്ട് അറിയാം. അപ്പം ഞങ്ങൾ പോകുന്നത് ഞാനും പപ്പയും മമ്മിയും ഒക്കെ വണ്ടി ഓടിക്കും. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഷോർട്ട് ഡ്രൈവിന് ശേഷം വണ്ടി വന്ന് പാർക്ക് ചെയ്തു. ഇന്ന് ഞങ്ങൾ ബേസിക്കലി ഇവിടെ വന്നിരിക്കുന്ന ഹൗസ് ഹോൾഡ് ഗ്രോസറി വാങ്ങാനാണ്.
പക്ഷേ ഈ വ്ളോഗ് കുറച്ചും കൂടി അങ്ങോട്ട് മുന്നിൽ പോയാൽ നിങ്ങൾക്കറിയാം ഒരു ചെറിയൊരു അമളി എൻ്റെ നിന്ന് പറ്റി. അത് ഞാൻ എന്താണെന്ന് പറയാൻ വഴിയേ. അങ്ങനെ ഇത് ഇവിടുത്തെ എസ്കലേറ്ററാണ്. എസ്കലേറ്ററും കയറി ഞാനും അമ്മയും കൂടി പതിയെ കയറിപ്പോന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. ലുലു മോളിൽ അത്ര വലിയ ലുലു മോളിൽ ഇപ്പോൾ കൊച്ചിയിലും ട്രിവാൻഡ്രത്തിലൊക്കെ കാണുന്ന പോലെ അത്രയും വലിയൊരു ലുലു മോളല്ല, ഒരു ചെറിയ ലുലു മോൾ, ഞങ്ങളുടെ ഒരു പാലക്കാടിൻ്റെ സ്വന്തം ലുലു മോൾ. ഞങ്ങൾക്ക് അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും അത്യാവശ്യം എൻജോയ്മെൻറ്റ് ചെയ്യാനുള്ളത്. ഇത് കണ്ടില്ലേ, വി സ്റ്റാറിൻ്റെ കടയുണ്ട്, മേക്ക് യുവർ ഓൺ പെർഫ്യൂംസ് ആൻഡ് നാവിഗേറ്റർ എന്ന് പറഞ്ഞൊരു കടയുണ്ട്, നോർത്ത് റിപ്പബ്ലിക് എന്ന് പറഞ്ഞ നല്ലൊരു ബ്രാൻഡ്. പിന്നെ ഇപ്പുറത്തെ വശത്ത് ഇതാണ് മെയിൻ എൻട്രൻസ് ജി ലെതർ, അക്ഷയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പിന്നെ കളേഴ്സ്, ഗോ കളേഴ്സ് എന്ന് പറഞ്ഞത്, വിസ്മയ നല്ല കളക്ഷൻസാണ് ഇതിൽ വന്നിട്ടുള്ളത്. നാച്ചുറൽ ബ്യൂട്ടി പാർലർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് പാർലർ. ഞാനിവിടെ പോയിട്ടില്ല, എന്തായാലും ഞാൻ പോകും, ഞാൻ നിങ്ങളെയും കൊണ്ടുപോയി ഒരു ദിവസം. ഇത് മീ ട്രെൻഡ്സ് ഞാനും ആദ്യമായിട്ടാണ് വായിക്കുന്നത്. സോ ഇത് ചെരുപ്പുകളും ബാഗുകളും ലഗേജും ഒക്കെയുള്ള കട. അമേരിക്കൻ ടൂറിസ്റ്റ് ഫോർ ഓൾ ദോസ് പീപ്പിൾ ഹു ട്രാവൽ വെരി ഫ്രീക്വൻ്റ്ലി. പാലക്കാടിൽ ഇങ്ങനെ ഒരു അടിപൊളി സംഭവം കൂടിയുണ്ട്, അമേരിക്കൻ ടൂറിസ്റ്റ്. സോ അമേരിക്കൻ ടൂറിസ്റ്റർ കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് കപ്പിൾ ഓഫ് ഗുഡ് സ്റ്റോഴ്സ് അഗൈൻ. പ്ലം, ഇപ്പോൾ കാണുന്നത് പ്ലം ആണ്. ഇത് ഞാനും എൻ്റെ മമ്മിയും കൂടി ഇഷ്ടപ്പെട്ട് ലഗേജൊക്കെ കണ്ടിങ്ങനെ നോക്കി ആസ്വദിക്കുകയായിരുന്നു. പോകുമ്പോൾ ഇനി എപ്പോഴെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു. സോ ദിസ് ഈസ് പ്ലമ്മിൻ്റെ പ്രൊഡക്ട്സ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, അത്യാവശ്യം മോശമില്ല. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ, യു ക്യാൻ റൈറ്റ് ഡൗൺ ഇൻ ദ കമൻറ്റ്സ്. ഹൗസ് ഓഫ് ക്യാൻഡി, ഇത് ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, പക്ഷേ ഐ ഹാവ് സീൻ ദീസ് സ്റ്റോഴ്സ്. ഇതൊരു ഗിഫ്റ്റിംഗ് ഷോപ്പാണ്, സിസോ എന്നോ അങ്ങനെ എന്തോ എൻ്റെ പേര്. ദെൻ ദർ ഇസ് എ കോഫി ഷോപ്പ് ദെയർ. സോ ദിസ് ഈസ് ബേസിക്കലി അമ്മ ട്രൈങ് ടു പുൾ ഔട്ട് ദ കാർട്ട്. എന്നിട്ട് നമ്മൾ ഉള്ളിൽ ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞങ്ങൾക്ക് സഡൻലി ഓർമ്മ വന്നത്, നമ്മൾ ഈ സാധനങ്ങളൊക്കെ വെച്ച് ഫുൾ ലുലു മോൾ നിങ്ങളെ കാണിക്കാൻ പറ്റില്ല എന്ന്. സോ വി ഡിസൈഡഡ് ദാറ്റ് വി വുഡ് ഗോ ടു ദ ഷോപ്പ് ലേറ്റർ. മുകളിൽ പോയിട്ട് ആദ്യം നിങ്ങളെ ലുലു ഫാഷൻ കാണിച്ചിട്ട് മുകളിലത്തെ ഫസ്റ്റ് ഫ്ലോർ, 2 ഫ്ലോർസാണ് ഇവിടെ ഉള്ളത്, ഗ്രൗണ്ട് ഫ്ലോർ ആൻഡ് ഫസ്റ്റ് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോറിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഗ്രോസറി വാങ്ങാമെന്ന്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ആക്ച്വലി ലുലു മോളിൽ വ്ളോഗിങ് പെർമിറ്റഡ് അല്ലാന്ന്. അവിടുത്തെ സെക്യൂരിറ്റി എന്നോട് പറഞ്ഞു വ്ളോഗിങ് പെർമിറ്റഡ് അല്ലാന്ന്. സോ എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിവിടുത്തെ ഫുഡ് കോർട്ടിൻ്റെ സിറ്റിംഗ് ഏരിയ ആണ്. ഇതിവിടുത്തെ ഫൺട്യൂറ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കളിക്കാനും എൻജോയ് ചെയ്യാനും പറ്റുന്ന സ്ഥലം. അപ്പ് ടൗൺ ഉണ്ട്, മൗസി ഉണ്ട്, റിക്കോസ് പിസ്സ ഉണ്ട്, പിന്നെ ഷവർമ്മയുടെ കടയുണ്ട്, മോമോ ആൻഡ് മീ, ബർഗർ കിങ്, ചിക്കിങ്. ഇവിടെ നിന്നൊക്കെ ഞങ്ങൾ അത്യാവശ്യം വല്ലപ്പോഴൊക്കെ കഴിക്കാറുണ്ട്. നല്ല ഫുഡാണ്. ഇറ്റ്സ് എ ഗുഡ് പ്ലേസ് ടു റിലാക്സ്. പിന്നെ ഐസ്ക്രീം, ഷേക്സ് എക്സെട്ര. അപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് കയറുമ്പോഴാണ് അവിടെ കാണുന്ന സെക്യൂരിറ്റിയിലെ ചേച്ചിമാർ 2 പേരും പറഞ്ഞു വ്ളോഗിങ് പെർമിറ്റഡ് അല്ലാന്ന്. പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ 1-2 ചെറിയ ക്ലിപ്പിങ്സ് ഞാൻ എടുത്തിട്ടുണ്ട്, എന്തൊക്കെ ഷോപ്പ് ചെയ്തു. ആദ്യം ഞങ്ങൾ പോയത് പെർഫ്യൂം സെക്ഷനിലാണ്. പെർഫ്യൂം സെക്ഷനിൽ ഇഷ്ടം പോലെ വൻ കളക്ഷനാണ് ഇവിടെ ഉള്ളത്. ഈവ് സെയിൻ ലോറൻ, എല്ലാ പ്രീമിയം ബ്രാൻഡ്സും ഉണ്ട്, ഡേവിഡ് ഓഫ്, എല്ലാം ഉണ്ട്. പിന്നെ ഞങ്ങൾ ഒരു ബെഡ്ഷീറ്റ് വാങ്ങി, കുറച്ച് പില്ലോ കവേഴ്സും വാങ്ങി വീട്ടിലേക്ക്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നല്ല വിലക്കുറവുണ്ടായിരുന്നു. 899 ഞങ്ങൾ ഒരു ബെഡ്ഷീറ്റ്, സൂപ്പർ കിങ് സൈസ് ബെഡ്ഷീറ്റും പില്ലോ കവേഴ്സും വാങ്ങിയത്. പിന്നെ ഞാനും മമ്മിയും കൂടി താഴെ പോയി ഒരു കുനാഫ ക്രോസോൺ, ഒരു ഫ്രൂട്ട് ഡോണട്ട്, പിന്നെ എന്തോ ഒരു ചിക്കൻ സോസേജിൻ്റെ സാധനം വിശന്ന് പണ്ടാറടങ്ങിയപ്പോൾ ഞങ്ങൾ കഴിച്ചു. ഇതാണ് ഞങ്ങൾ വാങ്ങിയ വെജിറ്റബിൾസിൻ്റെ സാധനങ്ങളൊക്കെ. നല്ല വെജിറ്റബിൾസ്, നിറയെ വെജിറ്റബിൾസ് ഉണ്ട്. ഇതിനെന്താ മലയാളത്തിൽ പറയാമെന്നറിയില്ല, ലോക്കി എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. ഞങ്ങൾ കുറച്ച് അത്യാവശ്യം ഒരു വീക്കിനുള്ള മൊത്തം എടുത്തു. പിന്നെ ഇത് ഞങ്ങൾ വാങ്ങിയ സാധനങ്ങൾ ബില്ലിംഗ് ഒക്കെ ചെയ്തു. ഞങ്ങൾ അത്യാവശ്യം ഗ്രോസറി, ആട്ട, ബ്രെഡ്, അരി അങ്ങനെയൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ ഇത് കഴിഞ്ഞ് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ ഒന്നും കൂടി നിങ്ങൾ ലുലു ഒന്ന് കറക്കി കാണിച്ച് വീട്ടിലെത്തി. ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക്. ബെഡ്ഷീറ്റിന് എങ്ങനെയുണ്ട്?